ദേശീയപാത നിർമ്മാണത്തിൽ ക്രമക്കേട് സംശയിക്കുകയാണ് PAC. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉപകരാറുകളിലെ ആശങ്ക എങ്ങനെയൊക്കെയാണ് അവർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, പല കരാറുകളും കൊടുത്തിരിക്കുന്നത് എത്ര തുകയ്ക്കാണ്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ശുപാർശകൾ PAC മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നതാണ്. നമ്മൾ നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് പോകുന്നു, വിശദമായി തന്നെ അത് പരിശോധിക്കാം. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ സമഗ്രമായ ഒരു ഓഡിറ്റിനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓർഡർ കൊടുത്തിരിക്കുന്ന തുകയുടെ പകുതിക്ക് ഉപകരാറുകൾ നൽകിയിരിക്കുന്നു. അതായത് 3684 കോടിയുടേതാണ് ഒരു പാത. ഞാനെടുത്ത് പരിശോധിച്ചു, അതിൽ കഴക്കൂട്ടത്തെ പാത ഈ തുകയ്ക്കാണ് 3684 കോടി രൂപയ്ക്കാണ് കരാർ കൊടുത്തത്. അതിന്റെ ഉപകരാർ എന്ന് പറയുന്നത് 795 കോടിയാണ്. വ്യത്യാസം നോക്കണം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അതുകൊണ്ടാണ് ഈ ഉപകരാറുകൾ കൊടുത്തതിലടക്കം നടപടി വേണമെന്ന് PAC ശുപാർശ ചെയ്യുന്നത്. പദ്ധതികളിൽ നടത്തേണ്ടത് പെർഫോമൻസ് ഓഡിറ്റ് ആണ്. ഈ പദ്ധതികളുടെ പൂർത്തീകരണം അതെങ്ങനെയാണ് നടപ്പാക്കിയത് എന്നതിൽ ഒരു പെർഫോമൻസ് ഓഡിറ്റ് അനിവാര്യമാണെന്ന ശുപാർശയുണ്ട്. സമഗ്രമായ ഓഡിറ്റ് നടത്താൻ CAGക്ക് PAC ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇപ്പോൾ ശുപാർശയും നൽകിയിരിക്കുകയാണ്. നിർമ്മാണങ്ങളുടെ ഡിസൈൻ അതിൽ പാകപ്പിഴയുണ്ട് എന്ന് NHAI തന്നെ പറഞ്ഞതാണ് കൂരിയാട്ടെ അപകടമുണ്ടായപ്പോൾ. ആ ഡിസൈൻ അംഗീകരിക്കുന്നതിന് ഒരു ഉന്നത തലത്തിലുള്ള സംവിധാനം വേണമെന്നതും PACയുടെ ശുപാർശകളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപകരാറുകൾ കൊടുക്കുമ്പോൾ അത് ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്നതിന് പകരം അതിനും ഒരു നിയന്ത്രണം വേണം. അതും PACയുടെ ശുപാർശയിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ പാത നിർമ്മാണത്തിന് DPR തയ്യാറാക്കുന്നതിന് മുൻപ് വേണ്ട കൂടിയാലോചനകൾ ആ പ്രദേശത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടടക്കം നടത്തേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊളിഞ്ഞു പോകുന്ന സർവീസ് റോഡുകളാണ്. അതുകൊണ്ട് സർവീസ് റോഡുകളുടെ നിലവാരം ഉയർത്തണമെന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി PAC മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഈ പാതകളിൽ നിന്ന് ടോൾ പിരിക്കരുത് എന്നതുകൂടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ഇതിനൊക്കെ ആധാരമായി നമ്മൾ കാണേണ്ടത് മലപ്പുറം കൂരിയാട്ടെ അപകടമാണ്.